ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ജൂലൈ 11 CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഫൈനലിൻ്റെയും റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ അറ്റംപ്റ്റിൽ CAയുടെ ഇൻ്റർമീഡിയറ്റ് എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ക്ലിയർ ആവാണ്ട് പോയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ മാത്രം ഫെയിലായി അങ്ങനെ ആ ഗ്രൂപ്പ് ഫെയിൽ ആയവർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കിട്ടിയില്ല, അഗ്രിഗേറ്റ് തികഞ്ഞില്ല, അങ്ങനെയൊക്കെ വന്ന് ഫെയിൽ ആയവരുണ്ടെങ്കിലും അവർക്ക് അടുത്ത അറ്റംപ്റ്റിലേക്ക് അവർ കിടക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം ടിപ്സ് യൂസ് ചെയ്യാം, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ അത് യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ടിപ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു കേസിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് ആയിരിക്കണം. അതിനുശേഷമായിരിക്കും നമ്മൾ എന്തൊക്കെ ടിപ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കടന്നു വരുന്നത്. ഇനി സബ്ജക്ട്സിൻ്റെ കേസിലേക്ക് വരാം. സബ്ജക്ട്സ് നമുക്ക് 6 എണ്ണമാണ് ടോട്ടലി ഉള്ളത്. 6 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം കുറച്ച് പഠിക്കുക, ഒരെണ്ണം കൂടുതൽ പഠിക്കുക, അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാ പേപ്പറും പാസ് ആവാനായിട്ട് 40 മാർക്ക് വേണം. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 40 അല്ലെങ്കിൽ അഗ്രിഗേറ്റിന് വേണ്ടിയിട്ട് 50, ഒരു പേപ്പറിലെ എക്സംഷൻ അങ്ങനെ ഒരു എയിം നമ്മൾ വെക്കരുത്. വെക്കുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഒരു ഹൈ മാർക്ക് 80, 90 ഈവൻ നമുക്ക് 100 വരെയും ചൂസ് ചെയ്യാം. 100 വരെ ചൂസ് ചെയ്താലും നമ്മൾ ആ ഒരു അത്രയും എഫേർട്ട് ഇടണം. ഇപ്പോൾ 40 മാർക്കാണെങ്കിലും 50 മാർക്കാണെങ്കിലും ഏതൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക നിങ്ങൾ പ്രോബ്ലംസ് 3-4 ചെയ്ത് നോക്കുക. എപ്പോഴും പഠിക്കാൻ എടുക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, പിന്നെ വലുതിലേക്ക് പോവുക. അല്ലാതെ എപ്പോഴും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് പോകരുത്. അതേപോലെ നമ്മുടെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ തോന്നാം ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ചോദിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ഓരോ സബ്ജക്റ്റിനും ഓരോ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഫോട്ടോ എടുത്ത് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇടുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു എക്സാമിന് തലേന്നുള്ള ഒരു ദിവസമുണ്ട്, ആ ഒരു 1 ഡേ അല്ലെങ്കിൽ ആ നൈറ്റ് എക്സാമിൻ്റെ അന്ന് മോർണിംഗ് ഉച്ച വരെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് പഠിക്കണം എന്ന് നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് നോക്കണോ അത് നോക്കണോ. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇനിയിപ്പോൾ തിയറി പേപ്പർ ആണെങ്കിലും തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ഫോട്ടോ എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ഗ്രൂപ്പിലേക്ക് എടുത്തിടുക. അതേപോലെ നമുക്കിപ്പം അക്കൗണ്ടിങ്ങിലാണെങ്കിൽ AS പഠിക്കാനുണ്ട്, ഓഡിറ്റിങ്ങിൽ നമുക്ക് SA സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് പഠിക്കാനുണ്ട്. അതേപോലെ ലോയിലേക്കാണെങ്കിലും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്, അതേപോലെ SM-ലും പല ടോപ്പിക്സ് ഉണ്ട്, പല ടോപ്പിക്സ് ആയിട്ടാണ്. അപ്പം ഇതൊക്കെ പഠിക്കാൻ പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ ഒരു SA അല്ലെങ്കിൽ AS പഠിക്കുക. എന്നിട്ട് അത് എന്താണ് എന്നുള്ളത് മലയാളത്തിൽ നിങ്ങൾ തന്നെ ഒരു വോയിസ് മെസ്സേജ് പോലെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇടുക. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വോയിസ് എടുത്ത് കേട്ടോണ്ടിരിക്കുക, നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുക സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ അതിൻ്റെ പേരായിട്ട് ഇത് ഏത് ടോപ്പിക്കാണ് എന്നുള്ള കാര്യം കൂടി ഇടണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് വെച്ച് കേട്ടോണ്ടിരിക്കുക. നമ്മുടെ വോയിസിൽ നമ്മൾ തന്നെ നമ്മളോട് പറയുമ്പോഴത്തേക്കും നമുക്കത് ഒത്തിരി ഒരു കംഫർട്ട് നമുക്ക് ഒത്തിരി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എഴുതാനോ വായിക്കാനോ പറ്റാത്തൊരു സമയമാണ്, നമ്മൾ ബസ്സേ പോവുകയാണ്, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതെടുത്ത് വെച്ച് കേട്ടോണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കത് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വേർഡ്സ് നമുക്ക് ഓർമ്മ വരും. ഇൻ കേസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പഠിച്ചത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, പിന്നെ എപ്പോൾ പഠിച്ചാലും നമുക്ക് ആ ഒരു കാര്യമാണ് മനസ്സിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു വോയിസ് മെസ്സേജിൽ ഇതും പറയുക, ഞാൻ എപ്പോഴും ഈ ഒരു തെറ്റ് ആവർത്തിക്കുന്നു, ഇതല്ല ശരി, ഇതാണ് ശരി എന്നുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ ആ വോയിസ് മെസ്സേജിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെയും വരും, ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇത് തെറ്റാണ്, ഇതാണ് ശരി എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തിയറി പേപ്പേഴ്സ് ആണെങ്കിലും കൂടുതലും മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റാണ് എല്ലാവർക്കും ഒരു ടഫ് ആയിട്ട് തോന്നുന്ന സാധ്യത. ഓഡിറ്റിങ്ങും ചിലർക്ക് SM ഒക്കെ വരും. അപ്പോൾ ഓഡിറ്റിങ്ങിൽ എനിക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു, 63 മാർക്സ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ ഈ ഒരു എക്സംഷനിലേക്ക് ഞാൻ ഇങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റ് ഇഷ്ടമായിരുന്നു. പക്ഷേ പഠിച്ചു തുടങ്ങാൻ നേരത്ത് നമുക്കിങ്ങനെ മനസ്സിലാകും നമ്മൾ കുറേ കാലത്തേക്ക് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നേ ഇല്ല. ലാസ്റ്റ് ആ ഒരു എക്സാമിന് ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓഡിറ്റിങ്ങിൻ്റെ ബുക്ക് എടുക്കുകയാണ്. ബുക്ക് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല, ആകെ മൊത്തം ഒരു പുക മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് ഒരിക്കലും നമ്മൾ വരരുത്. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ അന്നന്ന് എന്താണോ പഠിപ്പിക്കുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെ കേസും അതാണ്. പക്ഷേ ഓഡിറ്റിംഗ് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു എക്സാമിന് ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി എല്ലാ സബ്ജക്റ്റും എങ്ങനെ ഒപ്പിച്ചാലും നമുക്ക് ഓഡിറ്റിംഗ് പെട്ടെന്ന് ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അന്നുള്ള ടോപ്പിക്സ് അന്ന് തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് നോക്കുക. നമ്മുടെ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ ബാക്കിലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് കൂടുതലായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുക. അതേപോലെ ഓഡിറ്റിങ്ങിനും ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുക സബ്ജക്റ്റിന് ആദ്യം, എന്നിട്ട് അന്നുള്ള ടോപ്പിക്സ് അന്നു തന്നെ പഠിച്ച് പോരുക. പിറ്റേ ദിവസം എടുത്ത് പഠിക്കുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പഠിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം പുതിയ ടോപ്പിക്സിലേക്ക് കടക്കാനായിട്ട്. അതേപോലെ തിയറി പേപ്പേഴ്സൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ ആൾ വേണമെന്നില്ല, നമുക്ക് തന്നെ ഒരു സങ്കല്പിക്കാൻ എൻ്റെ മുന്നിൽ ആളുണ്ട്, എന്നിട്ട് നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ തന്നെ ഇരുന്ന് മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ് വേറൊരാൾ മുമ്പിലുണ്ട് എന്നോർത്ത് നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട്. ഓരോ സബ്ജക്റ്റ് വൈസ് എങ്ങനെയാണ് നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ AS ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ASൻ്റെയും പേര് നമ്മൾ കാണാതെ പഠിക്കുക. ഏതൊക്കെ AS ആണ് ന്യൂലി ആഡഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസിലേക്ക് എന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കുക. എന്നിട്ട് അതും എല്ലാ ASൻ്റെയും പേര് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക. നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്ന ചില AS ഒക്കെ ഉണ്ട്. ഒരു കൺസോൾട്ടേറ്റഡ് ആ ഒരു ASയിലേക്ക് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് സിമിലാരിറ്റി ഉള്ള പേരൊക്കെ ഉള്ള AS ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം പഠിക്കുക.
അതേപോലെ ഈ എസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒത്തിരി ഷോർട്ട് നോട്ടിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ ഒരു വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് പോലെ നമ്മൾ ഇടുകയാണെങ്കിൽ അത് മതി, അത് തന്നെ എനഫാണ്. ഇനിയിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ചില ഇക്വേഷൻ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകിച്ച് ഒരു പേപ്പറിലേക്ക് ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്കൊന്ന് റെഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ലോയുടെ കേസിലാണെങ്കിൽ ലോയിൽ എല്ലാ സെക്ഷൻസും അതിപ്പം നമ്മളെ കമ്പനീസ് ആക്ട് ആവട്ടെ അതർ ലോസ് ആവട്ടെ ഏതായാലും അതിനെല്ലാം ഓരോ സെക്ഷൻ എടുക്കാം. എന്താണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ്, കീവേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രം സെക്ഷൻ എഴുതുക, അതിൻ്റെ പേര് എഴുതുക, താരം എന്തൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ്. എന്തെങ്കിലും വേറൊരു ലാംഗ്വേജിലെ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്തിട്ട് അതൊക്കെ ഓരോരോ വേർഡ്സ് ഓരോ ലൈനായിട്ട് ഇങ്ങനെ എഴുതി പോഴുക. അങ്ങനെ എല്ലാ സെക്ഷൻ്റെയും പേര് പഠിക്കുക എന്നുള്ളത് മാർക്ക് കിട്ടാനായിട്ട് നമുക്ക് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ അക്കോർഡിംഗ് ടു ദ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ സെക്ഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് എന്ന് എഴുതുന്നതിന് പകരം അക്കോർഡിംഗ് ടു സെക്ഷൻ 131 എന്നിട്ട് അതിൻ്റെ പേര് ഓഫ് ദ കമ്പനീസ് ആക്ട് എന്ന് എഴുതുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഇംപ്രഷനാണ്. അതാണ് നമ്മൾ ഈ ലോയുടെ കാര്യത്തിൽ ഷോർട്ട് നോട്ടിൻ്റെ കാര്യം. DT IDT DTക്ക് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. DT എന്ന് പറയുന്ന ഒരു കടലാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അപ്പം നമുക്ക് എന്താണോ ഒരു ഷോർട്ട് നോട്ട് ആക്കി വേണ്ടെന്ന് തോന്നുന്നത് അത് അതേപോലെ എഴുതി വയ്ക്കാം. എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ ഉള്ളത് അതേപോലെ കോപ്പി അടിച്ച് എഴുതുന്നതല്ല ഷോർട്ട് നോട്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു ഹോൾ സബ്ജക്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ പറ്റണം, അതാണ് ഷോർട്ട് നോട്ട്. IDT ആണെങ്കിലും നമുക്കറിയാം IDTയിലും സെക്ഷൻസ് ഉണ്ട്, പറ്റാവുന്ന സെക്ഷൻസ് പഠിക്കാം, പല ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഡേ 2 സബ്ജക്റ്റ് DTയും IDTയും നമുക്ക് മാറി ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം നമുക്ക് അതൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനും ഷോർട്ട് നോട്ട് വേണം. ഇനി കോസ്റ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും കോസ്റ്റിംഗിൽ കൂടുതൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ സെപ്പറേറ്റ് ഒരു പേപ്പറിലേക്ക് എഴുതുക. നമ്മുടെ സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ട്, അപ്പം അതിലേക്ക് എഴുതിയിട്ട് നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന റൂമിൽ അങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഭിത്തിയിൽ ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ അറിയാണ്ടാണെങ്കിലും ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡ് ഒരു സെക്ഷൻ ആവട്ടെ അത് നമ്മളിങ്ങനെ പഠിച്ച് പോരും. സെക്ഷൻ ആവട്ടെ സെക്ഷൻ്റെ ഒരു ചാർട്ട് നമുക്ക് ഉണ്ടാക്കാം. എല്ലാ സെക്ഷനെയും പേര് എഴുതിയിട്ട് നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കാം. അതേപോലെ ASൻ്റെ SAയുടെ ഒക്കെ പേര് എഴുതി നമുക്ക് ഒരു ചാർട്ട് പോലെയൊക്കെ ഉണ്ടാക്കാം. ഇനി അക്കൗണ്ടിങ്ങിനാണെങ്കിലും നമ്മുടെ P&L ബാലൻസ് ഷീറ്റ് ഓരോ ഐറ്റംസ് നമുക്ക് പേര് അറിയില്ല, നമുക്ക് മാറി പോവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഒരു ചാർട്ട് പേപ്പറിലോ ബോണ്ട് പേപ്പറിലോ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മെമ്മറിലേക്ക് വന്നോളും. ഇനി ഓഡിറ്റിംഗ് ആണെങ്കിലും ഓഡിറ്റിങ്ങിൽ ഇതേപോലെ നമ്മുടെ essay ആവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ആവട്ടെ ആ ഒരു ഹെഡിങ് എഴുതുക. താഴെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആകുമ്പോഴത്തേക്കും ഒത്തിരി വലുതാക്കരുത്. 2-3 വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ എഴുതുക. ഇനി നിങ്ങൾക്ക് അതിന് മലയാളം വേണമെന്നുണ്ടെങ്കിൽ ചില വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇടയ്ക്ക് മറന്നു പോവുകയാണ്. ആ ഒരു വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ മുകളിൽ മലയാളത്തിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾ വായിക്കുമ്പം ആ ഒരു വേർഡും അതിന് മലയാളം വേർഡും മീനിങ്ങും കൂടെ ചേർത്ത് ഒന്നിച്ച് വായിച്ച് പഠിച്ചു പോവുക. അതേപോലെ ഇന്ന് പഠിക്കുന്നത് നാളെ റിവൈസ് ചെയ്യണം, ഇന്നലെ പഠിച്ചത് ഇന്ന് പഠിക്കുന്നതിൻ്റെ കൂടുതലും റിവൈസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് പോകണം. ഇനി FM ആണെങ്കിലും ഇതേപോലെ കോസ്റ്റിങ്ങിനെ പോലെ ഇക്വേഷൻസ് ആണുള്ളത്. അപ്പം അതും ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു FM ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് ആയിരുന്നോ ഇവിടെ പ്ലസ് ആയിരുന്നോ ഇവിടെ ഇൻറ്റു ആയിരുന്നു, കാരണം ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇതാണോ മൈനസും കൂട്ടിയാൽ എന്താണ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ആ കൂടെ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ വേറൊരു പേപ്പറിലേക്ക് എഴുതുക. എനിക്ക് ഇന്ന ഏരിയാസിലൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ടെങ്കിൽ ഇന്ന ഏരിയസൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്, ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും തെറ്റിക്കാറുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ആ ഭിത്തിയിൽ ഒട്ടിക്കാം. കാരണം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് മുൻപ് ഇത് റെഫർ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ അല്ലെങ്കിൽ ആ ഒരു പേജ് നമ്പർ എഴുതിയിട്ട് ഞാൻ ഈ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. പിന്നെ ആ സബ്ജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ ഒരു ഇതൊക്കെ നോക്കിയിട്ട് പോകും. ഇനി SM ആണെങ്കിലും SM നമുക്ക് ചിലപ്പം ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് തോന്നും. ഞാൻ SM ഒത്തിരി പഠിച്ചിരുന്നു, കുറേ വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ SM പോയത്. എന്നിട്ടും എനിക്ക് SMൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കമ്പൽസറി ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. സ്ട്രാറ്റജിക് മോഡൽ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ എനിക്കതിന് ആൻസർ എഴുതാൻ പറ്റിയില്ല, കാരണം എനിക്ക് അറിയില്ല, എനിക്ക് അതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം കുറേ പഠിച്ചു, ബാക്കിയുള്ളതും പഠിച്ചു, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല, എന്നാലും ഈ ഒരു സ്ട്രാറ്റജിക് മോഡൽ എന്താണ് എന്നുള്ള പേര് എനിക്ക് കിട്ടിയതേയില്ല. പിന്നെ ഞാൻ അതവിടെ വിട്ടു, എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ട് പോകും. അപ്പം SMനാണെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട് വേണം. കാര്യങ്ങൾ മലയാളത്തിൽ ഇംഗ്ലീഷും മലയാളവും കൂടി ചേർത്ത് നമ്മൾ പഠിക്കുക. ഫുള്ളായിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ കാണാതെ പഠിക്കുന്ന പഠിക്കരുത്. ഓരോന്നും മനസ്സിലാക്കി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് ഇത്തവണ തൊട്ട് അതായത് മെയ് തൊട്ട് നമുക്ക് എന്തുകൊണ്ട് MCQs ഉണ്ട്. നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്, കാരണം നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. പക്ഷേ MCQ കൺഫ്യൂസിങ് ആണെങ്കിൽ നമ്മൾ പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ MCQ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം എടുത്ത് നോക്കാറില്ലായിരുന്നു. ആദ്യത്തെ ഒരു 1-2 എക്സാം വരെ ഞാൻ നോക്കാറില്ലായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി നമ്മൾ ഈ ഒരു നമുക്ക് ബാക്കിയുള്ള 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഹിൻഡ് നമ്മുടെ MCQയിലെ ക്വസ്റ്റ്യൻസിലോ ആൻസേഴ്സിലോ ഉണ്ടെങ്കിലോ, കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സാമിന് ഒരു ആൻസർ അതിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യത്തെ എക്സാമിനൊന്നും MCQവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആദ്യം എടുത്ത് വായിച്ചില്ല. 4 മണി അല്ലെങ്കിൽ ഒരു 3:45 ആയി ബാക്കിയുള്ളത് എഴുതി കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ ഈ MCQ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കുക, എന്നിട്ട് എടുത്ത് വായിച്ച് നോക്കുക. അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു എക്സാമിനാണ് എനിക്കിങ്ങനെ തോന്നി നമ്മുടെ ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഹിൻഡ് ആ ഒരു MCQ പേപ്പറിൽ ഉണ്ടെങ്കിലോ എന്ന് തോന്നിയിട്ട് നോക്കി. അങ്ങനെ എനിക്കൊരു ആൻസർ അതിൽ നിന്ന് കിട്ടി. അതിനുശേഷം ബാക്കിയുള്ള എക്സാംസിന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്
എല്ലാവർക്കും പറയില്ല, എല്ലാവരോടും ചെയ്യാൻ പറയില്ല. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും. MCQ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരിക്കും. അപ്പോൾ ആ 70 മാർക്കിന് നിങ്ങൾ അറിയാവുന്ന വെച്ചിരുന്ന കാരണം നിങ്ങൾ പയ്യെ ഇങ്ങനെ ഷൂന്ന് പോലെ നിങ്ങൾ അതൊക്കെ ഇങ്ങനെ വിട്ട് പോകും. കാരണം MCQ നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോകരുത്. ചിലപ്പം ഏതെങ്കിലും ഒന്ന് എളുപ്പമായിരിക്കും, ചിലപ്പോൾ രണ്ടും എളുപ്പമായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഞാൻ ജസ്റ്റ് ആ ഒരു ആൻസറിന് എന്തെങ്കിലും ഒരു ഹിൻറ്റോ അല്ലെങ്കിൽ അതിനോട് ബന്ധമുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെടുത്ത് വായിച്ച് നോക്കാനായിട്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, പിന്നെ നമുക്ക് ബാക്കി ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിക്കോളും. ആൻസർ ചെയ്യാണ്ട് MCQs വിടരുത്. ഒരു ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അറിയില്ലാത്തതായിരിക്കാം. നമ്മൾ 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എഴുതാൻ പറഞ്ഞു, നമ്മുടെ 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ആ 4 എണ്ണത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഒരു പാട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതി വയ്ക്കുക, അതിനെക്കുറിച്ച് അറിയാം. അതേപോലെ ഒത്തിരി വലിച്ചു വാരി എഴുതാതിരിക്കുക. എന്നാൽ പോയിന്റ്സ് വേണം വൃത്തിയായിട്ട് മനസ്സിലാക്കുന്ന പോലെ എഴുതുക. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കുറേ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ്, ഒരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിലേക്ക് ഇടുക. അതേപോലെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നിങ്ങൾ പഠിക്കുക. ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഇതേപോലെ സ്റ്റിക്കി നോട്ട് അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ നിങ്ങളത് റെപ്രസെൻറ്റ് ചെയ്ത് ഇടുക. ഒരു പടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിടാം. പഠനം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർഡർ, ഈ കോസ്റ്റിങ്ങിന് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. A തൊട്ട് B വരെ ഇത്ര കിലോമീറ്റർ, B തൊട്ട് C വരെ ഇത്ര കിലോമീറ്റർ, അവിടുന്ന് ഒരു ലോറി പോയി. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വായിച്ച് പോകാതെ കോസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ബുക്കിലോട്ട് നിങ്ങൾ വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. A തൊട്ട് B വരെ 50 കിലോമീറ്റർ, B തൊട്ട് C വരെ 60 കിലോമീറ്റർ, തിരിച്ച് ഇത്ര. ഒരു ലോറി ഇങ്ങനെ പോയി, ലോറിയുടെ പടം വരയ്ക്കുക. അങ്ങനെ നിങ്ങളിങ്ങനെ ഒരു പടം പോലെ വരച്ച് കണ്ട് ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിലും അതിൽ നമുക്കൊരു ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ വായിച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും അടുത്ത നിങ്ങൾ എഴുതാൻ പോകുന്ന അറ്റംപ്റ്റ് ഏതാണോ ആ അറ്റംപ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ നല്ലൊരു മാർക്കും റിസൾട്ടും കിട്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.